ആദ്യം മാസ്റ്റേഴ്സ് എടുക്കണം. ഇവിടെ നമുക്ക് അഫിലിയേഷൻ ടൈപ്പ് കോഴ്സ് എന്ന് പറഞ്ഞ കേട്ടില്ലേ, 6 നടക്കുന്ന അഫിലിയേഷൻ ടൈപ്പ് കോഴ്സസ്, അതെടുക്കുക. ഇവിടെ നമ്മൾ ഓരോ അഫിലിയേഷൻ ഓരോ കോഴ്സും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പരസ്പരം അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഏത് കോഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഏത് കോഴ്സ് ടൈപ്പാണെന്നുള്ള എല്ലാം ഇവിടെ നിന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ആക്ഷൻ ഒന്ന് എടുക്കാം. ആഡ് ക്ലാസ് അല്ലേ മൂന്നാമത് എടുക്കുന്ന, അതല്ല അതൊന്ന് ക്ലോസ് ചെയ്യാമോ? ആക്ഷന്റെ അകത്ത് ഇപ്പൊ ഇതില് ഏതെങ്കിലും ഒരു കുട്ടികളുള്ള ഒരു കോഴ്സ് ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യാമോ? ഏത് കോഴ്സ് ഉള്ളത്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഏതാ ഇപ്പം? ഇല്ല, താഴെ ഉണ്ടാവും. ഫിൽട്ടർ ചെയ്താൽ കോഴ്സ് ഹെൽത്ത് കെയർ ആഡ് ചെയ്യും. അപ്പൊ സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ് ഇടാം. അവിടെ ആക്ഷനിലേക്ക് വരൂ. ആഡ് ക്ലാസ് മൂന്നാമത്. ഇവിടെ എങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ തന്നെയാണോ എല്ലാ കുട്ടികളും ഉള്ളത്? അല്ല സാർ, ഡിവിഷൻസ് ഉണ്ടോ? സെപ്പറേറ്റ് ബാച്ചസ് ആണ് സാർ. സർ, പല ടൈമിലാണ് കുട്ടികൾ കയറുന്നത്. രാവിലെ ഉണ്ട്, ഷെഡ്യൂൾ ഉച്ചയ്ക്കുണ്ട്, അങ്ങനെയുണ്ട്. ടൈം ടേബിൾ ബേസ് ചെയ്താ കയറുന്നത്. വീക്കിലി 3 days അങ്ങനെയുണ്ട്. നമുക്കിവിടെ ഇപ്പൊ ഏതെങ്കിലും ഒന്ന് ഇപ്പൊ ആഡ് ചെയ്യാം. ഇപ്പൊ ഡിവിഷൻ എടുക്കാം. ഡിവിഷൻസ് വേണമെങ്കിൽ നമുക്കിവിടെ എങ്ങനെ ഡിവിഷൻസ് ഇവിടെ ആഡ് ചെയ്യാം. ഏത് ഡിവിഷൻ ആണെന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ബാച്ച് എന്തെങ്കിലും ആഡ് ചെയ്യാൻ മീനു? ഓക്കെ. അതിന്റെ ക്ലാസ് ഏത് ക്ലാസ് ആണെന്നുള്ളത്, അപ്പം എങ്ങനെയാ ക്ലാസ് ഇരിക്കുന്നത്? മോർണിംഗ് ക്ലാസ് ഏത് ടൈമിങ്ങിലാണെന്നുള്ളത്? മോർണിംഗ്. അപ്പൊ ക്ലാസ് ഓക്കെ. സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം, എൻഡ് ചെയ്യുന്ന ടൈം. അത് AM ആണെങ്കിൽ AM കേട്ടോ. AM. സേവ് ചെയ്തു. സേവ് ബട്ടൺ. അല്ല, ഒരു മിനിറ്റ്, സേവ് കൊടുത്തോ. വേറെ ഏതെങ്കിലും ബാച്ച് ആഡ് ചെയ്യാനുണ്ടോ? വേറെ ക്ലാസ്? മീനുവിന്റെ ബാച്ചുകൾ ആഡ് ചെയ്തോ? A1 A2 അല്ല, ഇതിലല്ല. ഇതിപ്പോ ഒന്നും ആഡ് ചെയ്തില്ല. നീ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, ആഡിൽ പോയിട്ടാണല്ലേ? എസ് ബട്ടണിന് താഴെയുണ്ട്. ഇത് എന്തിനോട്ടുള്ളൂ? തൊട്ട് താഴെ അത് ക്ലിക്ക് ചെയ്തു. അവിടെ അടുത്ത ഇവിടെ പ്ലസ് ആഡ് ചെയ്യണം. A2 കൊടുക്കുക സാർ. അത് ഏത് ക്ലാസ്? ഈവനിങ് ആണോ? ഇല്ല സാർ, അതും ആഫ്റ്റർ 12 ആണ് സാർ. അത് ഒരു ക്ലാസ് നെയിം കൊടുത്തോളൂ. ക്ലാസ് 12 നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഇടുവോ? മോർണിംഗ് നൂൺ അല്ലേ? അത് നൂണിന് ഇട്ടാ മതി. നൂണാണ്. നൂൺ. കഴിഞ്ഞോ? ഈസ് ആക്റ്റീവ് എസ് കൊടുക്കണം. എനേബിൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞോ? ഈവനിങ് അല്ലേ? ഇത് സേവ് ചെയ്തു.
സാർ ഇതിലൊരു എറർ കാണിക്കുന്നു. ദിസ് ക്ലാസ് കോഡ് ഓൾറെഡി എക്സിസ്റ്റ്. Board already exists. ഇപ്പൊ മോർണിംഗ് ഉണ്ടെന്ന് കൊടുക്കും. ക്ലാസ് മോർണിംഗ് 1. A1 ഒന്ന് കൊടുക്കാവോ മീനു? ഓൾറെഡി ഞാനും എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അപ്പൊ മോർണിംഗ് 1 ഈവനിങ് 1 എന്ന് കൊടുത്താൽ പോരെ? ഇത് സേവ് ചെയ്തു. ഇതുകൊണ്ട് അത് ഇത് exist already- ആണ്. അത് ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്. A1 എന്ന് കൊടുത്താൽ മതി. അറിയില്ല. മോർണിംഗ് ഇന്ന് ഫുൾ ആയിട്ട് കൊടുത്തു. ഒരു മോർണിംഗ് തൊട്ടിട്ട് ഒരു ഇത് ഇട്ടിട്ട് A1 എന്ന്. സർ നമുക്ക് ബാച്ച് നമ്പർ ഉണ്ട്, ആ ബാച്ച് നമ്പർ ഇട്ടാ മതിയാവോ? അത് ഇതിനകത്തുള്ളത് തന്നെ ഇടണോ? ബാച്ച് നമ്പർ ഓൾറെഡി കാണും. ബാച്ച് നമ്പർ ഓൾറെഡി ട്രാക്ക് ചെയ്തു. ഇത് സേവ് കൊടുത്തോ? സേവ്. ഓക്കെ, സക്സസ് ആയിട്ട്. ഓക്കെ, ഇനി ഇനി മാസ്റ്റേഴ്സ് എടുക്കുക. ഇനി നമുക്ക് അറ്റൻഡൻസ് ടൈപ്പ് എടുക്കാം. നമുക്ക് ഏതൊക്കെ അറ്റൻഡൻസ് ആണ് ഉള്ളതെന്നുള്ളത് ആഡ് ചെയ്യാം ന്യൂ അറ്റൻഡൻസ് ടൈപ്പിൽ. അപ്പം മോർണിംഗ് അറ്റൻഡൻസ് ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് 9:30 ആ ടൈം ഇന്റർവൽ കൊടുത്താൽ മതി. സാർ once more. ന്യൂ അറ്റൻഡൻസ് ടൈപ്പ് ഒന്ന് എടുക്കാമോ? ഗ്രീൻ കളറിലുള്ള. ഇവിടെ അറ്റൻഡൻസ് ടൈപ്പ് കൊടുക്കും. മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ് എന്ന് എടുത്തു. അതെ. സബ്മിറ്റ്. സബ്മിറ്റ്. ഇനി ന്യൂ അറ്റൻഡൻസ് ടൈപ്പ് ഒന്നും കൂടെ എടുക്കുക. ഇനി ഈവനിങ് കൊടുത്തിട്ടുണ്ട്. ഈവനിങ് ആഡ് അല്ല, ന്യൂണും ഈവനിങ്ങും ഒക്കെ ആഡ് ചെയ്യും. അല്ലെങ്കിൽ അത് ചെയ്തോളൂല്ലോ അല്ലേ? ഞാനത് പറഞ്ഞു പോയാൽ മതിയല്ലോ. മതി സാർ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചു. ഇനി നമുക്ക് വേറെ ബാച്ചസും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇപ്പോ ഹെൽത്ത് കെയറിന്റെ 3 ബാച്ചാണ് ആഡ് ചെയ്ത്. ഇനി ഓൺലൈൻ വരുന്നുണ്ട്, ലോജിസ്റ്റിക്സ് വരുന്നുണ്ട്, അതർ കോഴ്സസ് വരുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? ഇതുപോലെയാണോ? സെയിം പ്രൊസീജിയർ ആണോ? അതെ, സെയിം പ്രൊസീജിയർ. ഓരോ മറ്റേ നേരത്തെ പറഞ്ഞ അഫിലിയേഷൻ ആൻഡ് ടൈപ്പ് കോഴ്സിനകത്ത് പോയിട്ട് ഓരോ കോഴ്സിനും അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ക്ലാസ്സിൽ വേണം ഈ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാൻ. അത് ഞാൻ പറഞ്ഞുതരാം. അത് ചിലപ്പം അഡ്മിന് മാത്രമേ അത് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എഡിറ്റ് ഓപ്ഷൻ അഡ്മിനെ ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ. ഇനി മാസ്റ്റേഴ്സ് ഒന്ന് എടുക്കാം. ഇപ്പൊ ഇവിടെ ടൈപ്പ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ഈ കോഴ്സ് എപ്പോൾ തൊട്ട് എപ്പോൾ വരെയാണെന്നുള്ള അറ്റൻഡൻസ് ടൈപ്പ് ഡീറ്റെയിൽസ് എടുക്കാം. ന്യൂ അറ്റൻഡൻസ് ടൈപ്പ് ഡീറ്റെയിൽസ്. ഇവിടെ നമ്മൾ ഈ ക്ലാസ് എന്ന് തൊട്ട് എന്ന് വരെയാണ്. ഇപ്പം ജനുവരി തുടങ്ങി മാർച്ചിലാണ് എൻഡിൽ അവസാനിക്കുന്ന കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ഫ്രം ഡേറ്റ് ടു ഡേറ്റ് കൊടുക്കണം. കൊടുക്കണോ സാർ? ഇപ്പോ
ഇപ്പം ഓ ഒന്ന് ഹെൽത്ത് കൊടുത്തോളൂ. പിന്നെ ഹെൽത്ത് നിങ്ങൾ കെയറിന്റെ കൊടുത്തോ മീനു? ഹെൽത്ത് കെയറിന്റെ കൊടുത്തോ 6 months? അതെ, ഫ്രം ഡേറ്റ് ആണ് മാം ചോദിക്കുന്നത്. ഇവിടെ ഡേറ്റ് കലണ്ടറിൽ സെലക്ട് ചെയ്യണം. ഇപ്പൊ നെക്സ്റ്റ് മന്ത് എക്സാം വരുന്ന ബാച്ച് ഉണ്ടല്ലോ, അവരുടെ കൊടുത്തേ? നെക്സ്റ്റ് മന്ത്. ഇപ്പൊ ഒരു എക്സാം വരുന്നില്ലേ? ആ ഈ മന്ത് ആണോ നെക്സ്റ്റ് മന്ത് ആണോ? സെപ്റ്റംബർ അല്ലേ കിടക്കുന്നത്, അവർക്ക് ഒക്ടോബർ അല്ലേ കൊടുത്തേ? ആ ആ ശ്രദ്ധിച്ചു കൊടുക്കും. സാർ അവരുടെ ക്ലാസിന്റെ സ്റ്റാർട്ട് ചെയ്തത് മുതൽ എൻഡ് ഡേറ്റ് അല്ലേ സാർ കൊടുക്കേണ്ടത്? അതെ അതെ. അപ്പൊ നമുക്ക് അവർക്ക് മെയ് കൊടുക്കേണ്ടി വരും മാം. അതെ, മെയ് കൊടുത്ത് ക്ലാസ് അവര് ഈവനിങ് ബാച്ച് ആ ബാച്ച് ആണോ അതോ മോർണിംഗ് ബാച്ച് ആണ് സാർ. 1 month വ്യത്യാസം ഉണ്ടല്ലോ മീനു. 10 അല്ലല്ലോ, മെയ് കൊടുത്ത 11 പേപ്പർ കൊടുക്കേണ്ടി വരും. മോർണിംഗ് ഇതല്ലേ ഏറ്റവും താഴത്തതല്ലേ? കിട്ടിയല്ലേ അല്ലേ? അല്ല, ഏറ്റവും താഴത്ത് എടുത്താൽ മതി, ലാസ്റ്റ് എൻട്രി ചെയ്തതല്ലേ? ഈവനിങ് 8:03. ഇനി അത് ഈവനിങ് സെലക്ട് ചെയ്തല്ലോ. ഇനി അറ്റൻഡൻസ് ടൈപ്പ് ഇവിടെ ഈവനിങ് സെലക്ട് ചെയ്തു അല്ല അത് സെലക്ട് ആയിട്ടില്ല. ഇനി ഷോർട്ട് ടേം ആണ് ചോദിക്കുന്നത്. അല്ലല്ലേ, ഇത് തന്നെയാണ്. ഓക്കെ, മുകളിൽ വന്നു. ഇപ്പുറത്ത് ഇനി അറ്റൻഡൻസ് ടൈപ്പ് എടുക്കുക. അറ്റൻഡൻസ് ടൈപ്പിൽ മോർണിംഗ് അല്ലേ? മോർണിംഗ് ടോട്ടൽ അത് സ്റ്റാർട്ട് ടൈം ടു എൻഡ് ടൈം കൊടുക്കുക. സേവ് ചെയ്യാം. അല്ല, ഒരു മിനിറ്റ്, അത് പിന്നെ എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യണം കേട്ടോ. അതിപ്പം മോർണിംഗ് ബാച്ചിന്റെ അല്ലേ കൊടുത്തേക്കുന്നത്? അറ്റൻഡൻസ് ടൈപ്പ് സാർ നമ്മൾ അവിടെ സെലക്ട് ക്ലാസ് ഈവനിങ് അല്ലേ? ക്ലാസ് ഈവനിങ് കൊടുത്തിട്ട് അറ്റൻഡൻസ് ടൈപ്പ് മോർണിംഗ് ആണ് കൊടുത്തത്. മോർണിംഗ് ആണ് കൊടുത്തത്. അതെ അതെ, നമ്മൾ അങ്ങനെ മോർണിംഗ് കൂടെ ക്രിയേറ്റ് ചെയ്യാം, അല്ല ഈവനിങ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. അവിടെ ഇത് ക്ലോസ് ചെയ്തേ, അല്ല ഇത് ക്ലോസ് ചെയ്യും. മാസ്റ്റേഴ്സ് അതിൽ അറ്റൻഡൻസ് ടൈപ്സ് ന്യൂ അറ്റൻഡൻസ് ടൈപ്പ് ടൈപ്പ് നെയിം ഈവനിങ്. സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട്. സീറോ കൊടുത്ത് 2 മണിയായില്ലേ സ്റ്റാർട്ട് ടൈം? 00 കൊടുത്താൽ. ഹലോ, ഒന്നും എത്രയായി?
ഓക്കെ. ഒക്കെ എടുത്തില്ലേ? ഇനി മാസ്റ്റേഴ്സിൽ നേരത്തെ പേജിലേക്ക് പോയി അറ്റൻഡൻസ് ടൈപ്പ് ഡീറ്റെയിൽസ് അത് എഡിറ്റ് ചെയ്തിട്ട് അല്ല ഇത് താഴെ ആഡ് ചെയ്തതിന് എഡിറ്റ് ചെയ്താൽ മതി. ആക്ഷനിൽ എഡിറ്റ് ബട്ടൺ ഒരു ബ്ലൂ കളർ അതെ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ അറ്റൻഡൻസ് ടൈപ്പിൽ മോർണിംഗ് ആക്കുക. അവിടെ ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ ഓക്കെ. അറ്റൻഡൻസ് ടൈപ്പ് ഈവനിങ് ആക്കുക. ഈവനിങ്. അതെ ഞാൻ ടൈം മാറ്റി കൊടുക്കുക. ശരി സേവ് ചെയ്തു സർ. ഓക്കെ. അപ്പൊ അറ്റൻഡൻസ് ടൈപ്പ് നമ്മൾ സേവ് ചെയ്തു. ഇനി ആപ്ലിക്കേഷൻ്റെ അകത്ത് ഏതെങ്കിലും 1-2 കുട്ടികൾക്ക് ആപ്ലിക്കേഷനിലേക്ക് വരാം. കഴിഞ്ഞ മാസം പകുതി ഫീസ് മാറ്റി 42 ഞാനല്ല ജമീൽ സാറ്. ഇതില് ആ ബാച്ചിലുള്ള ഏതെങ്കിലും കുട്ടിയെ ഒന്ന് എഡിറ്റ് ചെയ്തേ. ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെ പറയണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കോഴ്സ് ഇവിടെ നിന്ന് ഫിൽട്ടർ ചെയ്യാലോ. മുകളിൽ കോഴ്സ് ഏത് കോഴ്സാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. പറയണം ഓരോ സമയം ഓരോ. അപ്പൊ ഞാൻ സേവ് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നത്. ഇതില് ബാച്ച് സെലക്ട് ബാച്ച് എടുത്തേ. ബാച്ച് ഈവൻ ഏതാ SAP ആണോ ആഫ്റ്റർനൂൺ ആണോ SAP ആണോ മോർണിംഗ്? ഓക്കെ ആഫ്റ്റർനൂൺ എടുത്തോളൂ. ഡേറ്റ ഇല്ല. ആ കുട്ടികളെ ആഡ് ചെയ്തിട്ടില്ല. വേറെ ഏതാ കുട്ടികൾ മോർണിംഗിലേ ഉള്ളൂ? മോർണിംഗിലുണ്ട് സാർ. മോർണിംഗിൽ എടുത്തേ. അതില് ഏതെങ്കിലും 2 കുട്ടികൾ എഡിറ്റ് ചെയ്തിട്ട് ആക്ഷനിൽ എഡിറ്റ് ചെയ്യുക. ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് കൊടുക്കുക. അവിടെ സ്ക്രോൾ ചെയ്യുക. ഓക്കെ ഇവിടെ ക്ലാസ് മോഡ് സെലക്ട് ചെയ്യുക. അഡ്മിറ്റഡ് ക്ലാസ് മോഡ് ഉണ്ടല്ലേ അക്കാഡമിക് ടീച്ചേഴ്സിന്റെ ക്ലാസ് മോഡ് സെലക്ട് ചെയ്യുക. ഏത് ക്ലാസ് മോഡാ അവര്? മോർണിംഗ് അല്ലേ? അല്ല സാർ അത് ഈവനിങ് അല്ലേ ആഫ്റ്റർനൂൺ സെക്ഷൻ അല്ലേ വെച്ചേക്കുന്നത്? അല്ല ഇതിപ്പോ മോർണിംഗ് സെക്ഷനിൽ എടുത്തേക്കുന്നത്. അത് നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈവനിങ് സെക്ഷൻ കൊടുക്കാം. പിന്നീട് അത് മാറ്റിയാൽ മതി. പാടായിരിക്കും അത് നോക്കി ചെയ്യാൻ പറ്റുമോ? അതോ മീനു ഇത് മനസ്സിലാവുന്നുണ്ടോ ചെയ്യാനായിട്ട്? ഫുൾ സ്റ്റുഡൻസിനെ ഇതുപോലെ ആഡ് ചെയ്യണം. ശരി. ഇതിപ്പോ എല്ലാം ഓൺലൈൻ സെക്ഷൻ മോർണിംഗ് സെക്ഷൻ ആണ് സാർ ഇതിൽ കൊടുത്തേക്കുന്നത്. ഇത് എടുക്കണ്ട. അടുത്ത ക്ലാസ്സിലേക്ക് ക്ലാസ് രണ്ടാമത് എടുക്കുന്നില്ലേ? അത് സെലക്ട് ചെയ്തിട്ട് ഏത് ക്ലാസ് ആണെന്നുള്ളത് സെലക്ട് ചെയ്താൽ ഏറ്റവും താഴോട്ട് ഡ്രോപ്പ് ഡൗൺ
8 to third. ഇപ്പൊ നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടി ഈവനിങ് എടുക്കാം. നമുക്ക് പിന്നീട് അത് ചേഞ്ച് ചെയ്യുമല്ലോ അല്ലേ? ആ ഇതിപ്പോ ചേഞ്ച് ചെയ്യാം കുട്ടി സാർ. മോർണിംഗ് ആണ് വരേണ്ടത്. സേവ് ചെയ്തു. എൻട്രി